ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ കൊണ്ടാണ്. പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലുള്ളവർക്കൊക്കെ രാഗി പൗഡർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കുന്നതും അതിൻ്റെ ഗുണങ്ങളും പിന്നെ കുട്ടികൾക്ക് കൊടുക്കാനും മുതിർന്നവർക്കൊക്കെ കഴിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു ഹെൽത്തി സംഭവമാണ് ഈ രാഗി പൗഡർ. അപ്പോൾ അത് നല്ല ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ അതെങ്ങനെ വീട്ടിലുണ്ടാക്കുന്നത് കാണിക്കുന്ന വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നല്ലൊരു റെസിപ്പിയും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ വ്ളോഗിലോട്ട് പോകാം. രാഗി നമ്മൾ ഒരുപാട് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ പൂപ്പൽ പിടിച്ചൊക്കെ പോലെ ഉണ്ടാവും. അപ്പം എപ്പോഴും നല്ലത് 1 കിലോ ഒക്കെ ആയിട്ട് പൊടിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിപ്പം രാഗിയാണ്, ഇതിങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അറിയാത്തവർക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതിപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള രാഗി കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കസിന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഞാനിത് പൊടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല അഴുക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ സ്റ്റെപ്പും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കാരണം നമ്മൾ വീട്ടിലിതുപോലെ പൊടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്രയും നല്ല വൃത്തിയിൽ ഉണ്ടാക്കണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഞാൻ ആ ഓരോ തവണയും നമ്മൾ വെള്ളം മാറ്റുന്നത് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മാത്രം പോരാ. ഞാൻ ഇവിടുന്ന് രാഗി വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതായത് UAE നിന്ന് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലധികം അഴുക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. പക്ഷെ നാട്ടിൽ ഇങ്ങനെ എന്താ പറയുക, പുറത്തൊക്കെ വെക്കുന്നതുകൊണ്ടായിരിക്കാം ഇതുപോലെ നല്ല ചളി ഉണ്ടായിരുന്നു. കുറേ കഴുകി വെള്ളം തെളിയുന്നത് വരെ കഴുകണം. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. പിന്നെ കൂടുതലൊക്കെ നമുക്ക് ഇതുപോലെ രാഗി പൊടിയാക്കി വെക്കണം എന്നാണെങ്കിൽ, നാട്ടിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നമുക്കിതുപോലെ ഒരു 4-5 കിലോ കഴുകി ഉണക്കിയ ശേഷം മില്ലിൽ കൊണ്ടേ കൊടുത്തിട്ടാണ് പൊടിപ്പിക്കുക. നമ്മൾ നാട്ടിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരുമിച്ച് പൊടിച്ച് വെക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അത് പൂപ്പൽ പിടിച്ചൊരു വേറൊരു മണമൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് കുറേശ്ശെ വെയിലുണ്ടെങ്കിൽ കുറേശ്ശെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതാ നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇനി നല്ല വെള്ളത്തിൽ നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം. ഒരു 5 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ രാത്രി വെച്ചിട്ട് രാവിലെ ബാക്കി പണികൾ ചെയ്യുക കേട്ടോ. അപ്പോൾ രാത്രി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, വൈകിട്ടാണ് ഇതൊക്കെ ചെയ്തത്. എന്നിട്ട് രാത്രി വെച്ചിട്ടുണ്ടായിരുന്നു, ഓവർനൈറ്റ് വെച്ചു. പിറ്റേ ദിവസം രാവിലെ ഇതാ രാഗി നന്നായിട്ട് സോക്കായിട്ടുണ്ട്. ഇനി ആ സോക്കായ വെള്ളമില്ലേ അത് കളയുക. എന്നിട്ട് ഒന്നുകൂടെ കഴുകിയെടുത്ത ശേഷം നമ്മളൊരു ഓട്ടക്കോരിയിലല്ലോ അത് വെച്ചിട്ട് ഒരു പരന്ന പ്ലേറ്റിൽ അങ്ങോട്ട് പരത്തി വയ്ക്കുക. ഞാൻ വലിയൊരു സ്റ്റീലിൻ്റെ തളികയാണ് എടുത്തിട്ടുള്ളത്, അതിലോട്ട് പരത്തി വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വെള്ളം ഒരു വേറൊരു പാത്രത്തിലോട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രെയിനറിലോട്ട് ഇട്ടിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് ഇതുപോലെ പരത്തി വയ്ക്കുക. ഞാനിപ്പോൾ ഇതുപോലെ ചെയ്യാൻ വേറൊരു കാരണം കൂടിയുണ്ട്. അപ്പോൾ വെള്ളം മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത് കേട്ടോ. കുറച്ച് വെള്ളം ഉണ്ടായിക്കോട്ടെ രാഗിയിൽ, പക്ഷെ ഒരുപാട് വെള്ളം പാടില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് ഓട്ടക്കോരി കൊണ്ട് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ കൊണ്ടൊന്ന് ചിക്കി എടുക്കുക ഇതുപോലെ കേട്ടോ. ചെറിയൊരു ഈർപ്പത്തോട് കൂടിയിട്ട് ഇതുപോലെ നമ്മൾ സ്റ്റീലിൻ്റെ പാത്രത്തിൽ പരത്തി വെച്ച് ഉണക്കുവാണെങ്കിൽ ചെറുതായിട്ടൊന്ന് മുള പൊട്ടും. അങ്ങനെ സ്പ്രൗട്ടഡ് രാഗി പൗഡറിന് സാധാ നോർമൽ രാഗി പൗഡറിനേക്കാളും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതാ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാഗി കഴുകി സോക്ക് ചെയ്ത് ഉണക്കാൻ വെച്ചതിൻ്റെ ഫസ്റ്റത്തെ ദിവസമാണ് കേട്ടത്. അപ്പോൾ രാവിലെ വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് നമ്മൾ അകത്തേക്ക് വെക്കുന്നതാണ് നല്ലത്. വെയിലൊന്നും ഉണ്ടാവില്ല. പിന്നെ രാത്രിയിൽ ഹ്യൂമിഡിറ്റിയൊക്കെ ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ ഈർപ്പം വരാണ്ടിരിക്കാൻ വേണ്ടി റൂമിനകത്തേക്ക് വെക്കുന്നതാണ് നല്ലത്. എന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് വീണ്ടും പുറത്തേക്ക് വെക്കുവാണ്. അപ്പോൾ പുറത്തേക്ക് വെക്കാൻ നേരമുള്ള സീനാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് കേട്ടോ. അത് അപ്പോൾ കണ്ടോ, ഞാൻ ചെറുതായിട്ട് ഈർപ്പം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഉണക്കാൻ വെച്ചതുകൊണ്ട് തന്നെ ചെറുതായിട്ട് മുള പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ മതി. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് മുളച്ച രാഗി അത് പൊടിച്ചെടുക്കുകയാണെങ്കിൽ സാധാ രാഗി പൗഡറിനേക്കാളും എത്രയോ ബെനിഫിറ്റ്സ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ടുണ്ട്, ചെറുതായിട്ട് ഡ്രൈ ഒക്കെ ആയിട്ടുണ്ട്. ഇനിയും ഒന്നുകൂടെ ഡ്രൈ ആവാനായിട്ട്. അപ്പോൾ 2 ദിവസം മിനിമം വെക്കണം. നല്ല വെയിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ 2 ദിവസം മതി. പിന്നെ ഇപ്പം അധികം വെയിലൊന്നുമില്ല, എന്നാലും 2 ദിവസം കൊണ്ട് ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ ചിക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ രാഗി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ധാന്യമാണ്. പക്ഷെ നമ്മളത് ഡെയിലി ഒന്നും കഴിക്കുന്നൊന്നുമില്ല. വല്ലപ്പോഴും രാഗി ഒന്ന് വിരകി കഴിക്കും, അല്ലെങ്കിൽ കുടിക്കും. അതും അല്ലെങ്കിൽ വല്ല പുട്ടോ ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വല്ലപ്പോഴും മാത്രം കുറേശ്ശെ കഴിക്കും. അത് ഇഷ്ടത്തോടെ കഴിക്കുന്നതല്ലായിരിക്കും. പക്ഷെ നമുക്ക് ഇഷ്ടത്തോടെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണത്തിൽ 1-2 ടേബിൾ സ്പൂൺ ഈ രാഗി പൗഡർ ചേർത്ത് കൊടുത്താലും നമുക്ക് ഡെയിലി അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പം 2ാമത്തെ ദിവസം നമ്മൾ സ്പ്രൗട്ടഡ്
രാഗി ഉണ്ടല്ലോ, അതായത് മുളച്ച രാഗി പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്നുകൂടെ ഉണങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ ദിവസം വൈകുന്നേരവും ഞാൻ റൂമിൻ്റെ അകത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മൂന്നാമത്തെ ദിവസം മോർണിംഗ് വീണ്ടും പുറത്തേക്ക് വെച്ചു, അപ്പോൾ ഒന്നുകൂടെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ രാഗി അത്യാവശ്യം നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്, പൊടിക്കാൻ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. കണ്ടോ? ഇനി നമുക്കിത് ബ്ലെൻഡറിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. 1 കിലോ അല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്ക് ഒരു 3 ബാച്ചായിട്ട് ഇത് പൊടിച്ചെടുക്കുവാണ്. അപ്പോൾ നല്ലോണം ഡ്രൈ ആയിട്ട് മാത്രമേ പൊടിച്ചെടുക്കാവൂ, അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് അത് പൂപ്പലൊക്കെ പിടിക്കും. അപ്പോൾ ഇതാ ബ്ലെൻഡറിൻ്റെ ജാർ എടുക്കുക. ഞാൻ വലിയ ജാർ തന്നെ എടുത്തിട്ടുള്ളത്, അതിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കുവാണ്. കുറേശ്ശെ ഇട്ടിട്ട് വേണം പൊടിക്കാൻ കേട്ടോ. ഒരുപാട് ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല. നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. ഇത് പൊടിക്കുന്ന ജാറാണ്. അപ്പോൾ പൊടിക്കുന്ന ജാറിലിട്ട് തന്നെ, ചെറിയ ജാറാണെങ്കിൽ ചെറിയ ജാറിലിട്ടിട്ട് കുറേ തവണകളായിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലോണം ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ആ തവിടൊക്കെ നമ്മളെ ശരീരത്തിൽ എത്തുന്നത് എത്രയോ നല്ലതാണ്. ഞാൻ മുമ്പൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്കയുടെ ട്രീറ്റ്മെൻറ്റ് സമയത്ത് ഇക്ക രാഗിയുടെ വെറൈറ്റീസൊക്കെ ആയിരുന്നു കഴിച്ചിരുന്നതും കുടിച്ചിരുന്നതും ഒക്കെ. അത്രയും നമ്മുടെ ബ്ലഡിൻ്റെ കൗണ്ടൊക്കെ കൂടാനൊക്കെ നല്ലതാണ് രാഗി ഡെയിലി നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാൻ എല്ലാതും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 3 ബാച്ചായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ കൈ തൊടാണ്ടിരിക്കുകയാണ് നല്ലത്. ഞാൻ സിപ്പ് ലോക്ക് ബാഗിലാണ് ഇത് എടുത്ത് വെക്കുന്നത് കേട്ടോ. എപ്പോഴും ഇതുപോലെ നമ്മൾ ഏത് പൊടികളും കുറച്ച് അധികം ഉണ്ടാക്കി വെക്കുകയാണെങ്കിലും എപ്പോഴും സെപ്പറേറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. എല്ലാം കൂടി ഒരെണ്ണത്തിലിട്ട് വെക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറക്കുമ്പോൾ അതിൽ ഈർപ്പം വരാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതുപോലെ 3 കവറിലാക്കിയിട്ടാണ് സിപ്പ് ലോക്ക് ബാഗിലാണ് ഇട്ട് വെക്കുന്നത്. എല്ലാം കൂടി ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കുന്നില്ല. കാരണം നമ്മൾ ഡെയിലി അത് യൂസ് ചെയ്യുമ്പോൾ തുറക്കുമ്പോൾ ചിലപ്പം എല്ലാതും കേടുവരും. അപ്പോൾ അതിനേക്കാളും നല്ലത് കുറേശ്ശെ 3-4 കവറിലിട്ടിട്ട് അങ്ങനെ പാക്ക് ചെയ്ത് വെക്കുന്നതാണ്. സിപ്പ് ലോക്ക് ബാഗ് ആകുമ്പോൾ അത്യാവശ്യം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള നമുക്ക് സീൽ ചെയ്ത് വെക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കവറിലിട്ട് വെക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഗി നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഡെയിലി ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നീർദോശ അല്ലെങ്കിൽ പുട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഏതും ആവട്ടെ, നീർദോശയിൽ ഞാൻ എങ്ങനെ ചേർക്കാമെന്ന് വെച്ചാൽ അരി അല്ലെങ്കിൽ അരിപ്പൊടി വെച്ചിട്ടായിരിക്കും നമ്മൾ നീർദോശ ഉണ്ടാക്കുക. അപ്പോൾ നീർദോശ ഉണ്ടാക്കുന്ന ആ ബാറ്ററിൽ 2-3 ടേബിൾ സ്പൂൺ ഈ രാഗി പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. കളറിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും എന്നല്ലാണ്ട് ടേസ്റ്റിൽ ഒരു വ്യത്യാസം വരില്ല. കുട്ടികൾക്ക് ഈ രാഗി ദോശ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇഷ്ടാവില്ല. പക്ഷേ ഈ നീർദോശ വൈറ്റ് കളറിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും എന്നല്ലാണ്ട് ടേസ്റ്റിലോ അല്ലെങ്കിൽ ടെക്സ്ചറിലോ ഒന്നൊരു മാറ്റം ഉണ്ടാവില്ല. 2-3 ടേബിൾ സ്പൂൺ നമ്മൾ ഉണ്ടാക്കുന്ന ബാറ്ററിൽ കുറച്ചിട്ട് കൊടുത്താൽ മതിയാവും. അതേപോലെ തന്നെ പുട്ട്, നമ്മൾ പുട്ടുപൊടി കുഴയ്ക്കുമ്പോൾ അതിൽ 2-3 ടേബിൾ സ്പൂൺ ഈ രാഗി പൗഡർ ചേർത്ത് കൊടുക്കുക. അതുപോലെ വെള്ളയപ്പാണെങ്കിലും എന്താണെങ്കിലും ഈ 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം കുറച്ച് തവിട് നമ്മുടെ ശരീരത്തിലോട്ട് ചെല്ലുവാണ്. പലരും വിചാരിക്കുന്നത് രാഗിപ്പൊടി വെച്ചിട്ട് നമ്മൾ കുറുക്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഡ്രിങ്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ രാഗി സ്വന്തമായിട്ട് നമുക്ക് എന്താ പറയുക ദോശ ഉണ്ടാക്കണം എന്നൊക്കെ ആയിരിക്കും. അങ്ങനെയൊന്നും ആവശ്യമില്ല. ഇതേപോലെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ കുറേശ്ശെ ഈ പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പം എല്ലാവരുടെയും ശരീരത്തിൽ കുറേശ്ശെ ഇത് എത്തിക്കോളും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് രാഗി ദോശ, കൂടുതൽ രാഗി വെച്ചിട്ടുള്ള ദോശ കേട്ടോ. അതായത് 1 കപ്പ് രാഗി പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/2 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കളറ്, ഈ ദോശയുടെ കളറ് ഭയങ്കര ഡാർക്കാവും. അപ്പോൾ ഇത് ടേസ്റ്റിന് ഇഷ്ടപ്പെടാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം ബാക്കി ടിപ്പ് എന്താണെന്നുള്ളത്. അപ്പോൾ ബ്ലെൻഡറിൻ്റെ ജാർ എടുത്തിട്ട് ആദ്യം ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ 1/2 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മുടെ രാഗി പൗഡർ 1 കപ്പ് രാഗി പൗഡർ ഇട്ട് കൊടുത്തു. പിന്നെ 1/2 കപ്പ് അരിപ്പൊടി, നമ്മൾ നീർദോശയുടെ ബാറ്റർ ഉണ്ടാക്കുന്ന അരിപ്പൊടി കേട്ടോ, നീർദോശ പൊടി അല്ലെങ്കിൽ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കി 1/2 കപ്പും കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി നല്ലോണം ഇതൊന്ന് അരച്ചെടുക്കുക. ഇതിൽ വേണമെങ്കിൽ തേങ്ങ ചേർക്കാം കേട്ടോ, ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങയും ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല. എന്നിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് മൊത്തമായിട്ട് ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് രാഗിയും 1/2 കപ്പ് അരിപ്പൊടിയും കുറച്ച് ഉപ്പും പിന്നെ 2.5 കപ്പ് വെള്ളമാണ്. കുറേശ്ശെ ഒഴിക്കുക. ചിലപ്പോൾ 2.5 കപ്പ് അത്രയും ആവശ്യം വരില്ല. അത് നിങ്ങൾ എടുക്കുന്ന രാഗിയുടെയും അതുപോലെ അരിപ്പൊടിയുടെയും അളവനുസരിച്ചിട്ട് ചിലപ്പം എന്തായാലും 2 കപ്പ് വേണം കേട്ടോ വെള്ളം. ചിലപ്പോൾ 2.5 കപ്പ് അല്ലെങ്കിൽ 2 കപ്പ് അങ്ങനെ വേണ്ടി വരും. അപ്പോൾ അതാ ഒരു ഫ്ലോയിങ് പരുവത്തിലാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ വേണ്ടത്. അത് നിങ്ങൾക്ക് ഒരു ദോശ ചുട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. കട്ടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ രാഗി ദോശ ബാറ്റർ കേട്ടോ.
ഇനി നമ്മൾ ഇതുപോലെ ഒരു ഫ്രൈങ് പാന് ചൂടാക്കിയെടുക്കുക, നല്ലോണം ചൂടാക്കിയെടുക്കണം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇത് സൺഫ്ലവർ ഓയിൽ കൊണ്ടാണ് നമ്മളിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്, ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ അല്ലാണ്ട് വെളിച്ചെണ്ണയിൽ നമ്മൾ ഗ്രീസ് ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ ചട്ടിയിൽ നിന്ന് എടുത്താൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് സൺഫ്ലവർ ഓയിൽ എടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ എള്ളെണ്ണ എടുക്കേണ്ടി വരും. എന്നിട്ട് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ചട്ടി നല്ലോണം ചൂടുണ്ടായിരിക്കണം. ഇത് ഞാൻ നീർദോശ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന ചട്ടിയാണ്, അതുകൊണ്ട് നല്ലോണം മയങ്ങിയ ചട്ടിയാണ് കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെയാണ്, പക്ഷെ നല്ലോണം മയങ്ങിയ ചട്ടിയാണ്. എപ്പോഴും ഇതിൽ ഈ ദോശ ചുട്ട് ഇതങ്ങനെ ഒരു പരുവത്തിലായിട്ടുണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ പുതിയ പാനിലാണ് ദോശ ചുടുന്നതെങ്കിൽ ചിലപ്പം അത്രയും പെർഫെക്റ്റായിട്ട് കിട്ടില്ല, ആ ഒരു ലുക്ക് തന്നെ ഒരു മാറിപ്പോവും. ഇത് അത്രയും മയങ്ങിയ ചട്ടി ആയതുകൊണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇരുമ്പിൻ്റെ ചട്ടി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ആദ്യത്തെ ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല തിന്നായിട്ടുള്ള ദോശയാണ്. ഇതിലിപ്പോൾ നമ്മൾ 1 കപ്പ് രാഗിപ്പൊടിയും അതുപോലെ 1/2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിന് പകരം നിങ്ങൾക്ക് 1/2 കപ്പ് രാഗിപ്പൊടിയും 1/2 കപ്പ് അരിപ്പൊടി എടുക്കുക, അല്ലെങ്കിൽ കൂടുതൽ അരിപ്പൊടിയും കുറച്ച് രാഗി പൗഡർ എടുക്കുക. എങ്ങനെയായാലും എന്താ പറയുക, നമുക്ക് ദോശ ഇതുപോലെ ചുട്ടെടുക്കാൻ പറ്റും. പിന്നെ ഇതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്ന. ഇതിൽ അത്യാവശ്യം രാഗി ഉണ്ട്, പക്ഷേ ചിലപ്പം ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് പറ്റില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ച് രാഗിപ്പൊടി കുറച്ചിട്ട് അരിപ്പൊടി കൂട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് രാഗി പുട്ട് ഉണ്ടാക്കിയെടുക്കാം. രാഗി സ്വന്തമായിട്ട് കുഴച്ചിട്ടും അങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അരിപ്പൊടിയുടെ കൂടെ കുഴച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഡെയിലി ഈ ഒരു രീതിയിലല്ല കേട്ടോ ഉണ്ടാക്കുക. ഇതിപ്പം രാഗിയുടെ നല്ല ഗുണങ്ങളുള്ള ദോശയാണ്. അപ്പോൾ ഇത് കഴിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടം കുറച്ച് രാഗി ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള രാഗി ദോശ ഇതാ ഇങ്ങനെയാണ്. നല്ല ഡാർക്ക് കളറിലായിരിക്കും. ടേസ്റ്റിൽ ചെറുതായിട്ട് രാഗിയുടെ ഒരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഇതാ ഞാൻ ഡെയിലി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഇതിൽ 1 കപ്പ് അരിപ്പൊടിയും അതിൻ്റെ കൂടെ ഒരു 3-4 ടേബിൾ സ്പൂൺ രാഗിപ്പൊടി മാത്രമേ ഉണ്ടാവുള്ളൂ, കൂടുതൽ ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ദോശയുടെ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ദോശ ചുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു കളറിലായിരിക്കും ഉണ്ടാവുക, വല്ലാണ്ട് ഡാർക്ക് കളറിലായിട്ടില്ല. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഒത്തിരി ഇഷ്ടമാവും കഴിക്കാൻ. ഇതൊക്കെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇവിടെ കൊടുക്കാറ്. മിക്ക ദിവസങ്ങളിലും ഇങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക ഇവിടെ. അപ്പോൾ രാഗിയുടെ ഗുണങ്ങളും രാഗി എങ്ങനെയൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ളതും അതുപോലെ രാഗി വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്, രാഗിപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അറിയുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക, അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.